കൺട്രോൾ പുതിയൊരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺട്രോളിങ് നമുക്കറിയാം, ഇതൊരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന ഒരു ഭാഗമാണ്. എന്താണ് കൺട്രോളിങ്? കൺട്രോളിങ് മീൻസ് എൻഷുറിങ് ദാറ്റ് ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആർ പെർഫോംഡ് ആസ് പെർ പ്ലാൻ അനുസരിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന, ഉറപ്പുവരുത്തുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഇവിടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഡെഫിനിഷനാണ് ഇനി നോക്കുന്നത്. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, control consists in verifying whether everything occur in conformity with the plan adopted, the instructions issued and the principles established. സ്ഥാപനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രിൻസിപ്പിൾസും ഇൻസ്ട്രക്ഷൻസും പ്ലാനുകളും അനുസരിച്ചുകൊണ്ടാണോ ഇവിടെ സ്ഥാപനത്തിൽ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്സ്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല, വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. കൺട്രോൾ എയിം അറ്റ് ഫ്യൂച്ചർ ആൻഡ് ഫോർവേഡ് ലുക്കിംഗ്. ഇവിടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കാണ്, അല്ലേ? നമ്മളിപ്പോൾ കൺട്രോളിംഗ് എഫക്റ്റീവായി നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഭാവിയിലേക്കാണ്, നമ്മളത് ചെയ്യുന്നതും ഭാവിയിലേക്കാണ്. മറ്റൊന്നാണ്, ഇറ്റ് ഈസ് കറക്റ്റീവ് പ്രോസസ്സ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അതൊരു കറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് കൂടിയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഇത് ഓരോ വ്യക്തികൾക്കനുസരിച്ച്, മാനേജ്മെൻറ്റുകൾക്കനുസരിച്ച് മാറും ചെയ്യും, അതുപോലെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതുമാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സെറ്റിംഗ് സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് കൺട്രോളിങ് നടത്തുന്നത്. കീ ടു കൺട്രോൾ ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. പ്രധാനപ്പെട്ട കൺട്രോളിങ്ങിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. അധികാരങ്ങൾ എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ താഴെയുള്ള ആളുകൾക്ക് വിഭജിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കൺട്രോളിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റെപ്പ് ഓർ പ്രോസസ് ഓഫ് കൺട്രോൾ. സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് കൺട്രോൾ. ഫസ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്. ഏത് രൂപത്തിലാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ തീരുമാനിക്കണം. സ്റ്റാൻഡേർഡ് ഈസ് criterion against which result can be measured. Standard or result which can be desired may be clear and precise as far as possible. ഇവിടെ നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടാണ്, ഈ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മളിവിടെ നമ്മുടെ കൺട്രോളിങ് എഫക്റ്റീവ് ആയിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എഫക്റ്റീവ് ആയിട്ടാണോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. സെക്കൻഡ് പോയിന്റാണ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. പെർഫോമൻസ് ഷുഡ് ബി മെഷേർഡ് ആൻഡ് ഡീവിയേഷൻ മേ ബി ഡിറ്റക്റ്റഡ്. ഇറ്റ് വിൽ ടേക്ക് മാനേജ്മെൻറ്റ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. ഇവിടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എന്ത് ചെയ്യുന്നു, പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ പെർഫോമൻസ് അസസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം നടക്കുന്നുണ്ടോ, അതിൽ നിന്നും ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. തേർഡ് പോയിന്റാണ് അപ്രൈസൽ ഓഫ് പെർഫോമൻസ്. പെർഫോമൻസ് വിലയിരുത്തലാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ടു സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ മൂന്നാമതായി നമ്മൾ ചെയ്യുന്നത്. ദെൻ ഡീവിയേഷൻ ഈസ് ഫൗണ്ട് ആൻഡ് കോസസ് ആർ ടു ബി ഐഡൻറ്റിഫൈഡ്. എന്നിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിറ്റർമിനിങ് ദ റീസൺ ഫോർ ഡീവിയേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ദ മാനേജർ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി കൺട്രോൾ ഹാസ് ടു ഡിറ്റർമിൻ ദ റീസൺ ഫോർ ഡീവിയേഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റീസൺ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയത് പ്രകാരം എന്ത് ചെയ്യുന്നു, അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് കണ്ടെത്തുന്നത്. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തത് ആ ഒരു ഡീവിയേഷൻ്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തുന്നു. അത് ചിലപ്പോൾ പ്രൊജക്റ്റിലുണ്ടാവുന്ന എറേഴ്സുകളും ആവാം. ലാസ്റ്റ് പോയിന്റ് ആണ് ഫീഡ്ബാക്ക്.
The main object of control system is to provide required information through process of feedback so that future deviation can be corrected. ഇവിടെ എന്തുകൊണ്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീവിയേഷൻസ് ഉണ്ടാകുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് പ്രോസസ് ഓഫ് കൺട്രോളിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ടെക്നിക്സ് ഓഫ് കൺട്രോൾ. കൺട്രോളിൻ്റെ ടെക്നിക്സുകൾ എന്തൊക്കെയാണ്? നമുക്ക് കൺട്രോൾ ടെക്നിക്സുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ട്രഡീഷണൽ മെത്തേഡും മറ്റൊന്ന് മോഡേൺ മെത്തേഡും. ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ടെക്നിക്സ് ഓഫ് കൺട്രോളിനെ തരംതിരിക്കുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ട്രഡീഷണൽ മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് ഒരുപാട് മെത്തേഡുകൾ നമുക്കുണ്ട്. അതിലൊന്നാമത്തതാണ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റ് depicts how much an organization expected to spend and earn over a period of time. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്തിനുള്ളിൽ ഒരു സ്ഥാപനം എത്രയാണ് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിലൂടെ എത്രയാണ് ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വരുമാനമായിട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഒരു ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Amount are categorized according to types of business activity or account. നമ്മൾ ഇതിലുള്ള അക്കൗണ്ട് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഓരോ മേഖലക്കും എത്രയാണ് നമ്മൾ വിഹിതം കണക്കാക്കിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ടെലിഫോൺ കോസ്റ്റ്, സെയിൽസ് ഓഫ് കാറ്റലോഗ് കോസ്റ്റ്, അങ്ങനെ വ്യത്യസ്ത മേഖലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എമൗണ്ട് മാറ്റിവെക്കുന്നുണ്ട്. ദ സിസ്റ്റം ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ഇൻവോൾവ് ദ യൂസ് ഓഫ് ബജറ്റ് ആൻഡ് ബഡ്ജറ്ററി റിപ്പോർട്ട്സ് ത്രൂ ഔട്ട് ദ period to coordinate, evaluate and control day-to-day operations in accordance with the goals specified in the budget. ഇവിടെ നമ്മൾ ഒരു ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബജറ്റിൽ പറയുന്ന പ്രകാരം ഓരോ മേഖലയ്ക്കും ഓരോ ഫിക്സഡ് എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മേഖലയ്ക്കും എത്രയാണ് എക്സ്പെൻസ് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ബജറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ മനസ്സിലാക്കിയത് പ്രകാരം ആക്ച്വൽ ഏണിങ്സും അതുപോലെ ആക്ച്വൽ എക്സ്പെൻസും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഓരോ ദിവസത്തിലും നമ്മൾ മനസ്സിലാക്കലാണ് ബഡ്ജറ്ററി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സുകളാണ് പറയുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് മീൻസ് ബൈ വിച്ച് ടോപ്പ് മാനേജ്മെൻറ്റ് ക്യാൻ ഡെലിഗേറ്റ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വിത്തൗട്ട് സാക്രിഫൈസിങ് ഓവറോൾ കൺട്രോൾ. ഇവിടെ എന്താണ്, ടോപ്പ് അതോറിറ്റീസ് അവരുടെ അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസും ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഓവറോൾ കൺട്രോള് സാക്രിഫൈസ് ചെയ്യുന്നില്ല. അവർ ബജറ്റ് നോക്കിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ കൺട്രോള് നഷ്ടപ്പെടുത്താതെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നത്. It is save executive time and attention by emphasizing exception principles. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവിൻ്റെ ടൈമും അതുപോലെ അറ്റൻഷനും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലാഭിക്കുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ നമുക്ക് ഓൾറെഡി ബജറ്ററി കൺട്രോൾ പ്രകാരം മാത്രം ഇവിടെ ബജറ്റ് പ്രകാരം നോക്കി പ്രവർത്തിച്ചാൽ മാത്രം മതി. നെക്സ്റ്റ് പോയിൻ്റാണ് റിഡക്ഷൻ ഓഫ് വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ഈസ് മെയ്ഡ് പോസിബിൾ. ഇവിടെ നമുക്ക് വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി കുറക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇറ്റ് ഡിറ്റർമിൻ ദ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഫോർ പെർഫോമൻസ്. ഇവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഇറ്റ് ഹെൽപ്പ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ബൈ റെഡ്യൂസിങ് ഇറ്റ് ടു കോൺക്രീറ്റ് ന്യൂമറിക്കൽ ഗോൾ. ഇവിടെ നമുക്ക് ന്യൂമറിക്കൽ ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് കോർഡിനേറ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ വേരിയസ് ആക്ടിവിറ്റീസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ലിമിറ്റേഷൻസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്ന ഒന്ന്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൺലി ടൂൾ ഫോർ മാനേജ്മെൻറ്റ് ആൻഡ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ മാനേജ്മെൻറ്റുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്ററി കൺട്രോൾ ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓവറോൾ ബഡ്ജറ്റ് റിസൾട്ട് ഇൻ ഷിഫ്റ്റിംഗ് ഇനീഷ്യേറ്റീവ് ആൻഡ് മേക്ക് വർക്ക് സ്റ്റീരിയോ ടൈപ്ഡ്.
ഓവർ ബഡ്ജറ്റിംഗ് റിസൾട്ട് ചെയ്യുന്നത് എന്താണ്? അത് എന്താണ് ഇനീഷ്യേഷൻ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ വരുന്നു. മറ്റൊന്നാണ് ബജറ്റ് പ്രിപ്പയർഡ് ഫോർ ദ ഫ്യൂച്ചർ മേ ഓർ മേ നോട്ട് ബി കറക്റ്റ്. ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്കാണ്, അത് ശരിയാവണമെന്ന് ഒരു ഉറപ്പുമില്ല. ഇനി രണ്ടാമത്തേതാണ്, നമ്മൾ ഒന്നാമത് പറഞ്ഞത് കോസ്റ്റ് കൺട്രോൾ ആണ്, ബജറ്ററി കൺട്രോൾ ആണ്. രണ്ടാമത്തേതാണ് കോസ്റ്റ് കൺട്രോൾ. Cost control is the process of limiting the expenditure either on production or distribution so that the goods may be available to the ultimate consumer at a cheaper cost. കസ്റ്റമേഴ്സിന് ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് സാധനം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ എക്സ്പെൻഡിച്ചറും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും പ്രൊഡക്ഷൻ എക്സ്പെൻസുകളും ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സാണ് ഇവിടെ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫോളോയിങ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ കൺട്രോളിങ് കോസ്റ്റ് കൺട്രോളിങ്. ഇവിടെ നമ്മൾ കോസ്റ്റ് കൺട്രോൾ ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റുകൾ തമ്മിലുള്ള അനാലിസിസ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇതിൽ നമ്മൾ പറയാത്ത പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റുകൾ തമ്മിൽ അനലൈസ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. It refers to accounting by the use of which actual cost of a particular job, section, process of a service and details of how much cost has been arrived at the furnished accurately and promptly to the management. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ ജോബ് നടക്കുന്ന സമയത്തും ഓരോ സെക്ഷൻസിലും ഓരോ പ്രോസസ്സിലും എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, അതിനെ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഓർ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് എ പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ്. ഇവിടെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത് സ്ഥാപനം പ്രവർത്തിച്ചിട്ട് ഉയർന്നു വന്നു, അവർക്ക് ഒരു സ്റ്റേജ് എത്താറുണ്ട്, ബ്രേക്ക് ഈവൻ പോയിന്റ് എത്താറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ലാഭവും ഉണ്ടാവില്ല, നഷ്ടവും ഉണ്ടാവില്ല. അതിനർത്ഥം അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ വിൽക്കുന്നു. വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നത് അവർക്ക് അവരുടെ ചിലവിലേക്ക് മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നഷ്ടം വരുന്നില്ല. അങ്ങനെയുള്ള പോയിന്റാണ് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് അഥവാ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് അതിന് പറയാം. ഇറ്റ് മീൻസ് ദാറ്റ് എനി സെയിൽസ് ബിലോ ദിസ് പോയിന്റ് വിൽ കോസ് ലോസ്. ഈ പോയിന്റിന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോസായി മാറും. എനി സെയിൽ എബവ് ദിസ് പോയിന്റ് വിൽ ഏൺ പ്രോഫിറ്റ്. ഈ പോയിന്റ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ, സെയിൽ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തായി? അത് ലോസായി മാറി. അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നാണ് ആ ഒരു സ്റ്റഡിയെ പറയുന്നത്. മറ്റൊരു പോയിന്റാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് പ്രിപ്പറേഷൻസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് അപ്ലൈയിങ് ദം to measure the variation from the standard cost and analyze the cause of variation with the view to maintain the maximum efficiency in production. ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഓരോ മേഖലയിലേക്കും ഓരോ ആക്ടിവിറ്റീസിനും ഓരോ പ്രോസസ്സിനും എത്രയാണ് കോസ്റ്റ് വരിക എന്നുള്ളത് ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ആക്ച്വൽ കോസ്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ അനലൈസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് മൂന്നാമത്തെ പോയിന്റാണ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഫൈനാൻസ് ഈസ് റിക്വയർഡ് ടു കണ്ടക്ട് every business, so its source and use should be controlled. The techniques for controlling the financial are follows. ഇവിടെ ഫിനാൻഷ്യൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ മേഖലയിലേക്കും ഫിനാൻസ് ആവശ്യമാണ്. അതിൻ്റെ ഒരു കൺട്രോളിംഗ് ആണ് ഇവിടെ ഫിനാൻഷ്യൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്സുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആൻഡ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്.
കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്, ഒന്ന് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ദിസ് എനേബിൾ ടു കമ്പയർ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് ദി 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. 2 വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട ഡാറ്റകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡാറ്റകളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും. രണ്ടാമത്തെ ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട് ഇറ്റ് ഇൻഡിക്കേറ്റ് വെദർ ദർ ഈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. അസറ്റും ലാബിലിറ്റിയും കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലോ ഇറ്റ് ഇൻഡിക്കേറ്റ് എ കമ്പാരിസൺ ബിറ്റ്വീൻ സെയിൽസ്, എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഓഫ് ദി കൺസേൺ. സ്ഥാപനത്തിൻ്റെ റവന്യൂ, എക്സ്പെൻഡിച്ചർ, സെയിൽ ഇത് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഫിനാൻഷ്യൽ റേഷ്യോസ്. Financial ratios analyze, examine the relationship between specific figures on the financial statement. സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഫിഗേഴ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റേഷ്യോ അനാലിസിസ് നടത്തുന്നത്. ഇറ്റ് ഹെൽപ്പ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ദോസ് ഫിഗേഴ്സ്. ലിക്വിഡിറ്റി റേഷ്യോ മെഷർ ദ ഓർഗനൈസേഷൻ എബിലിറ്റി ടു ജനറേറ്റ് ക്യാഷ്. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് സ്ഥാപനത്തിന് ക്യാഷ് ആക്കി മാറ്റാനുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ലിക്വിഡിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ മെഷേഴ്സ് ആൻ ഓർഗനൈസേഷൻസ് എബിലിറ്റി ടു ജനറേറ്റ് പ്രോഫിറ്റ്. എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവ് ബിസിനസ്സിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കണക്കാക്കുന്നത്. ഡെപ്റ്റ് റേഷ്യോ മെഷേഴ്സ് ആൻ ഓർഗനൈസേഷൻ എബിലിറ്റി ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്. ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ കടങ്ങൾ എത്ര സമയം എങ്ങനെയൊക്കെ വീട്ടാനുള്ള കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ ആണ് ഡെപ്റ്റ് റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോ മെഷേഴ്സ് ആൻ ഓർഗനൈസേഷൻ എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻസ് ആൻഡ് യൂസ് ഓഫ് അസറ്റ്. സ്ഥാപനത്തിലെ അസറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്തും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്തും അത് എത്രത്തോളം എഫിഷ്യൻ്റായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് ട്രഡീഷണൽ മെത്തേഡിൽ പറയുന്നത്. ഇനി അടുത്തതാണ് മോഡേൺ മെത്തേഡ്. മോഡേൺ മെത്തേഡിൽ നമുക്ക് ഏതെല്ലാം ടെക്നിക്സുകളാണ് നമ്മൾ കോസ്റ്റ് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ആണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇവാലുവേഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ് ആസ് വോൾ. സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഓവറോൾ പെർഫോമൻസ് മനസ്സിലാക്കുന്ന അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ഓഡിറ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് ക്രിട്ടിക്കലി എക്സാമിൻ ദ ഫുൾ മാനേജ്മെൻറ്റ് പ്രോസസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എക്സെട്ര. ഇവിടെ സ്ഥാപനത്തിൻ്റെ ഓരോ ഫംഗ്ഷൻസിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ നടത്തുന്ന പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പ്ലാനിങ് ആണെങ്കിലും ഓർഗനൈസിങ് ആണെങ്കിലും ഡയറക്റ്റിംഗ് ആണെങ്കിലും കൺട്രോളിങ് ആണെങ്കിലും എല്ലാ ഫംഗ്ഷൻസിനെയും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇത് ഫൈൻഡ് ഔട്ട് ദ എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെൻറ്റ്. ഇത് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ടീം ഓഫ് എക്സ്പേർട്ട്. ഒരു എക്സ്പേർട്ട് ടീമാണ് ഇവിടെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നത്. ദേ കളക്ട് ഡാറ്റ ഫ്രം ദി പാസ്റ്റ് റെക്കോർഡ് മെമ്പേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്, ക്ലയൻറ്റ് ആൻഡ് എംപ്ലോയീസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? മുമ്പത്തെ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ മെമ്പർമാരെ ഉപയോഗിച്ചുകൊണ്ട് ക്ലയൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയീസിനെ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്തുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് പെർട്ട് ആൻഡ് CPM ടെക്നിക്ക്. പെർട്ട് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്, CPM എന്ന് പറയുന്നത് മറ്റൊരു ടെക്നിക്കാണ്. എന്താണ് പെർട്ട്? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അതാണ് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇത് രണ്ടും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 50 വർഷങ്ങൾക്ക് മുമ്പ് USA ആണ് ഇങ്ങനെയുള്ള ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ഥാപനത്തിൻ്റെ വേരിയസ് ആക്ടിവിറ്റീസും സബ് ആക്ടിവിറ്റീസും എല്ലാം എന്താണ് ഇവിടെ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡൂയിങ് ദ വർക്ക് ഇൻ ഗിവൺ സീക്വൻസ് ആൻഡ് ഗിവൺ ടൈം.
ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് ടെക്നിക്സുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. CPM or PERT can be used to minimize total time and or total cost required to perform total operation. ഈ രണ്ട് മെത്തേഡും CPMഉം PERTഉം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ടൈമും നമുക്ക് മിനിമൈസ് ചെയ്യാൻ, കുറക്കാൻ വേണ്ടിയിട്ടാണ് CPMഉം PERTഉം നമ്മൾ യൂസ് ചെയ്യുന്നത്. Importance is given to identify the critical activities. Critical activities are those have to be completed on time, otherwise the full project will delayed. ഇവിടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അത് ഡിലേ ആയിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ഡിലേ ആയി മാറും. അപ്പോൾ അത് ഡിലേ ആവാതെ അത് സക്സസ്ഫുള്ളായി എഫിഷ്യൻ്റായി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ CPM PERT എന്ന് പറയുന്നത്. ഇനി PERT എന്താ നോക്കാം. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ടെക്നിക്സ് വിച്ച് ദ മാനേജർ ക്യാൻ റെപ്രസെൻറ്റ് ദ കമ്പോണൻസ് ഗ്രാഫിക്കലി. ഇതിൻ്റെ കമ്പോണൻസുകളെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഈ ഒരു PERT നമ്മൾ മനസ്സിലാക്കുന്നത്. CPM ഇൻവോൾവ് ഗ്രാഫിക്കൽ പോർട്രയൽ ഓഫ് ദി ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദ എലമെൻറ്റ്സ് ഓഫ് ദി പ്രോജക്റ്റ് ആൻഡ് അരിത്മെറ്റിക് പ്രൊസീജിയർ with identify the relative importance of each element of the overall schedule. ഇവിടെ നമുക്ക് അരിത്മെറ്റിക്കൽ പ്രൊസീജിയറുകളും അതുപോലെ തന്നെ എലമെൻറ്റ്സുകൾ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പൊക്കെയാണ് ഇവിടെ CPMൽ നമ്മൾ കണക്കാക്കുന്നത്. രണ്ടിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ടൈമും കോസ്റ്റും മിനിമൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ രണ്ട് മെത്തേഡുകളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഇൻഫർമേഷൻ കൺട്രോൾ. Information control is required to ensure the flow of right information to right person. ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് റൈറ്റ് ഇൻഫർമേഷൻസ് റൈറ്റ് പേഴ്സൺസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ഡാറ്റകൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മാനേജേഴ്സ് ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ്. ദ ഇൻഫർമേഷൻ പാസസ് ഫ്രം ഓർഗനൈസേഷൻ ടു കൺസ്യൂമേഴ്സ് ആൻഡ് അതേഴ്സ്. ശരിയായ ആളുകളിലേക്ക് ശരിയായ ഇൻഫർമേഷൻ എത്തിക്കുക, അനാവശ്യമായിട്ടുള്ള ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ്. It is an industrial management techniques or group techniques by means of which product of uniform quality is manufactured. സ്ഥാപനത്തിലെ പ്രൊഡക്റ്റുകൾ ഒരേപോലെയുള്ള ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഒരു ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രൽ ആൻഡ് പെർമനൻറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. ഇതൊരു മാനേജ്മെൻറ്റ് കൺട്രോളിൻ്റെ ഭാഗമായി വരുന്ന ഒരു മെത്തേഡാണ്. ഇനി എങ്ങനെയാണ് ക്വാളിറ്റി കൺട്രോൾ നമ്മൾ നടത്തുന്നത്? ഒന്ന് ഇൻസ്പെക്ഷനാണ്. ഇറ്റ് ഇൻവോൾവ് ചെക്കിംഗ് ഓഫ് ദി പ്രോഡക്റ്റ് to see that the products are standardized one. ഇവിടെ എന്താണ് പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഇൻസ്പെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഫോർ ദ കൺട്രോൾ ഓഫ് ദി ക്വാളിറ്റി. ഇവിടെ എന്താണ് ഓരോന്നിൻ്റെയും ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ തന്നെ എന്ത് ചെയ്യുക നടത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.